ഹലോ ഫ്രണ്ട്സ്, എഡ്യൂ പ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ നല്ല കരിയർ സ്കോപ്പുള്ള BPT, അതായത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി കോഴ്സിനെ കുറിച്ചാണ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവയാണ്. BPT കോഴ്സ് എന്നാൽ എന്താണ്? കേരളത്തിൽ BPT കോഴ്സ് ഫീ എത്രയാണ്? കേരളത്തിലെ ടോപ്പ് 10 BPT കോളേജസ് ഏതൊക്കെയാണ്? പിന്നെ BPT അഡ്മിഷൻ പ്രോസസ്, എലിജിബിലിറ്റി, കരിയർ ഓപ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ വീഡിയോയുടെ അവസാനം ഈ കോഴ്സിനെ പറ്റിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് BPT കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പുതിയ അറിയിപ്പ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. ആദ്യം തന്നെ BPT കോഴ്സ് എന്താണെന്ന് നോക്കാം. ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്നത് 4.5 വർഷത്തെ ഒരു മെഡിക്കൽ ഡിഗ്രി കോഴ്സാണ്. ഇതിൽ 4 വർഷം അക്കാഡമിക് പഠനവും 6 മാസം കമ്പൾസറി ഇന്റേൺഷിപ്പ് പ്രോഗ്രാമും ഉൾപ്പെടുന്നു. ഫിസിയോതെറാപ്പി വഴി പേഷ്യൻസിന് മൂവ്മെന്റ് പ്രോബ്ലംസ്, ബാക്ക് പെയിൻ, സ്പോർട്സ് ഇഞ്ചുറി, സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ തുടങ്ങിയ ചികിത്സകൾ, എക്സസൈസ്, തെറാപ്പി എന്നിവ ഉപയോഗിച്ച് നൽകുകയാണ് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ പ്രധാനപ്പെട്ട ജോലി. ഇനി ഈ കോഴ്സിന് വേണ്ട യോഗ്യത എന്താണെന്ന് നോക്കാം. BPT കോഴ്സിന് അപ്ലൈ ചെയ്യാൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റുകളിൽ +2 പാസ്സായിരിക്കണം. കൂടാതെ PCB സബ്ജക്റ്റുകളിൽ മിനിമം 50% മാർക്ക് നേടിയിരിക്കണം. അഡ്മിഷൻ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2026 മുതൽ BPT കോഴ്സിന് അഡ്മിഷൻ നേടാൻ നീറ്റ് മാൻഡേറ്ററി ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ BPT കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർ നീറ്റിന് വേണ്ട പ്രിപ്പറേഷൻസ് നടത്താൻ ശ്രമിക്കുക. ഇനി ഈ നിയമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ നിങ്ങളെ ഞങ്ങൾ അക്കാര്യം അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. ഇനി BPT കോഴ്സ് ഫീസ് എത്രയാണെന്ന് നോക്കാം. കേരളത്തിൽ BPT കോഴ്സിന്റെ ഒരു വർഷത്തെ ഫീസ് ഏകദേശം 1,10,000 രൂപയാണ്. NRI കോട്ടയിൽ അഡ്മിഷൻ നേടുന്നവരുടെ ഫീസ് കൂടുതലാണ്. ഇത് ഒരു വർഷം 1,45,000 രൂപയാണ്. ഇനി കേരളത്തിലെ ബെസ്റ്റ് BPT കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ ടോപ്പ് 10 BPT കോളേജുകൾ ഇവയാണ്. 1. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. 2. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. 3. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശൂർ. 4. അമൃത കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് കൊച്ചി. 5. ലിംസാർ അങ്കമാലി. 6. പുഷ്പഗിരി കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി തിരുവല്ല. 7. KM മെഡിക്കൽ കോളേജ് കോഴിക്കോട്. 8. AWH കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി കോഴിക്കോട്. 9. SUT അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസ് തിരുവനന്തപുരം. 10. പങ്കജ കസ്തൂരി കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി തിരുവനന്തപുരം. ഇനി കേരളത്തിൽ BPT കോഴ്സിന്റെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. സർക്കാർ കോളേജുകളിൽ BPT അഡ്മിഷൻ LBS വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻട്രൻസ് ടെസ്റ്റ് അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. നീറ്റ് നിർബന്ധമാക്കിയത് കൊണ്ട് നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. പ്രൈവറ്റ് കോളേജുകളിൽ മാനേജ്മെന്റ് കോട്ട എന്നിവ ഉണ്ടായിരിക്കും. കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളിൽ മാനേജ്മെന്റ് കോട്ടയിൽ BPT അഡ്മിഷന് ആവശ്യമുള്ളവർ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അക്കാര്യം അറിയിച്ചാൽ അഡ്മിഷന്റെ ഗൈഡൻസ് ഞങ്ങൾ നൽകുന്നതാണ്. BSc റേഡിയോളജി, BSc റേഡിയോതെറാപ്പി, BSc ന്യൂക്ലിയർ മെഡിസിൻ, BSc നഴ്സിംഗ്, BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ്, BSc MLT, MBBS തുടങ്ങിയ മെഡിക്കൽ രംഗത്തെ എല്ലാ കോഴ്സുകളുടെയും വിവരങ്ങൾ അടങ്ങിയ വീഡിയോകൾ ഈ ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ വീഡിയോകൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളവർക്ക് കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി BPT കോഴ്സ് കഴിഞ്ഞാൽ ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. BPT കഴിഞ്ഞാൽ പ്രധാനമായും ജോലി ലഭിക്കുന്നത് 1. ഹോസ്പിറ്റലുകൾ, റീഹാബിലിറ്റേഷൻ സെന്ററുകൾ. 3. സ്പോർട്സ് ക്ലിനിക്കുകൾ. 4. ഫിറ്റ്നസ് സെന്ററുകൾ. 5. ന്യൂറോളജി, ഓർത്തോപെഡിക്സ് തുടങ്ങിയ മേഖലകൾ എന്നിവിടങ്ങളിലാണ്. ഇതുകൂടാതെ BPT കഴിഞ്ഞവർക്ക് ഫിസിയോതെറാപ്പി സെന്റർ തുടങ്ങാനും പിന്നെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് ഫിസിയോതെറാപ്പിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയും കൂടാതെ PhD കോഴ്സും ചെയ്യാവുന്നതാണ്. ഇനി ഈ വീഡിയോയുടെ ആരംഭത്തിൽ സൂചിപ്പിച്ച കാര്യം എന്താണെന്ന് പറയാം. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും പുതിയ സർക്കുലർ അനുസരിച്ച് BPT കഴിഞ്ഞവർക്ക് അവരുടെ പേരിന് മുമ്പ് ഡോക്ടർ എന്ന് ചേർക്കാൻ അനുവാദമുണ്ട് എന്നതാണ്. അതായത് ഇതുവരെ BPT കഴിഞ്ഞവർക്ക് ഒഫീഷ്യലായി പേരിന് മുമ്പ് ഡോക്ടർ എന്ന സ്റ്റാറ്റസ് ചേർക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. BPT കോഴ്സ് കഴിഞ്ഞവർക്കും ഈ കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കട്ടെ. ചുരുക്കത്തിൽ ഫിസിയോതെറാപ്പി എന്നത് പേഷ്യൻസിനോട് നേരിട്ട് ഇടപെടുന്ന സർവീസ് ഓറിയന്റഡ് മെഡിക്കൽ പ്രൊഫഷനാണ്. ഇന്ത്യയിലും വിദേശത്തും നിരവധി അവസരങ്ങളുള്ള ഈ പ്രൊഫഷൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഈ കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സുകളെ കുറിച്ചോ ഉള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിച്ചാൽ അക്കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്.
ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.